ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒറുവങ്ങര തട്ടാരി ജനവാസ മേഖലയിലുള്ളവർ ദുരിതത്തിലാണ്. ചെസ് ഹോസ്പിറ്റൽ ക്യാന്റീന് പിന്നിലെ മതിൽക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദീപക് മലയമ്മയുടെ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചെസ്റ്റ് ഹോസ്പിറ്റലും ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത ക്യാൻസർ സെൻ്ററും ഇംഹാൻസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ റോഡിൻ്റെ തൊട്ടരികിലാണ് നമ്മളുള്ളത്. നമുക്ക് കാണാം ഈ ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പിറകിലുള്ള ക്യാൻറ്റീനുണ്ട്. അതിൻ്റെ തൊട്ട് പരിസരത്ത് നിന്നാണ് മലിനജലം റോഡിലേക്ക് ഒഴുകിയെത്തുന്നത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. നിരവധിയായ ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങൾ പ്രശ്നം എന്താണ്? ഞങ്ങളിതിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഞങ്ങൾ തെറിപ്പിച്ചിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ടാങ്ക് പൊട്ടിയതല്ല പ്രശ്നം, 3 മാസമായിട്ട് നന്നാക്കിയില്ല എന്ന് പറയുമ്പം അത് ഗവൺമെൻറ്റിന് അനാസ്ഥമായിട്ട് തന്നെയല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ. കളക്ടർ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ 2-3 മാസമായിട്ട് ടാങ്ക് പൊട്ടിയിട്ട് റോഡിലൂടെ വെള്ളം പരന്ന് ഒഴുകുന്നുണ്ട് എന്നുള്ളത്. പരിഹാരം ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ഒരു പരിഹാരവും ഇല്ല. ഇതിപ്പോൾ എന്തായിട്ട് ഭയങ്കര സ്മെല്ലും ഉണ്ടല്ലോ. കോത്താടിയിൽ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് അതാ പ്രശ്നം. ഒന്ന് വണ്ടി പോകുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ നമ്മൾ മേലെ തെറിക്കും. മേലെ തെറിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു ചോദിക്കും നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അത്രയും സ്മെല്ലാണ് വീട്ടിൽ മേലെ തെറിക്കുമ്പോഴത്തേന്. നമ്മൾ എത്രയോ ഇവരോടൊക്കെ പറഞ്ഞു, കൗൺസിലർമാരോടൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എല്ലാവരും മേലും തെറിക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നിങ്ങളെന്തെങ്കിലും ചെയ്തു തരണമെന്ന്. ഇതുവരെ ആരും ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഇപ്പോഴും ഇതായി മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഈ സൈഡിൽ ഇങ്ങനെ കെട്ടി നിൽക്കുക. തട്ടാരി ഒറുവങ്ങര തുടങ്ങിയ മേഖലയിൽ ഏതാണ്ട് 150-ലധികം വീടുകളിലെ ഒക്കെ ഉള്ളതാണ്. അവിടേക്കൊക്കെ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തന്നെയാണോ? നിങ്ങൾക്ക് വ്യക്തത? കൗൺസിലർ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നാൽ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യം അവിടെ നിറഞ്ഞിട്ട് ഈ ക്യാൻറ്റീനിലെ ടാങ്കിലേക്ക് വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രക്ഷോഭമായിട്ട് കൗൺസിലർ ഇഷ്ടംമാതിരി പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ട് ഇവർ അത് കൂട്ടാക്കുന്നില്ല. അപ്പം മൂപ്പര് പറഞ്ഞത് എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ പോയിട്ട് സൂപ്രണ്ടൻ്റ് ഓഫീസിലേക്ക് ഒരു പ്രക്ഷോഭം നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവർ ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും എന്ന് ഇവരിങ്ങനെ പറയാമെന്നല്ലാതെ അത് ചെയ്യുന്നില്ല. നടക്കാൻ പറ്റുന്നില്ലേ, തീരെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് നമ്മൾ ഇത്രയും വിഷമത്തോടു കൂടി പറയുന്നത്. ആയിരക്കണക്കിന് പേഷ്യൻ്റ് മറ്റേ TCC അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പിന്നെ ഇംഹാൻസ് ആയിരക്കണക്കിന് പേഷ്യൻ്റ് അവരെ ബൈസ്റ്റാൻഡറൊക്കെ ആയിട്ട് പോണ സ്ഥലമാണ്. ഇതറിയാത്ത ഇതിൽ വെള്ളത്തിൽ ചവിട്ടി പോകുന്നുണ്ട്. അവർക്കറിയില്ല. 3 മാസത്തോളം ഈ വെള്ളം ഇവിടെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നടപടി എടുത്തില്ല. പകർച്ചവ്യാധികളെയൊക്കെ തടയാൻ പലവിധത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.